ഗൈസ്, ജർമ്മനിയിലെ ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് ഒരുമാതിരി വിചിത്രമായ ആഘോഷമാണ്. ഈ വിചിത്രമായ ആചാരം ആഘോഷിക്കാൻ നമ്മിന്ന് പോണത് പോളണ്ടിലോട്ടാണ്. ഇതൊരുമാതിരി വിചിത്രമായ ആഘോഷം എന്ന് പറയാൻ കാര്യം ഇവിടെ ക്ഷണനം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സകലമായ സാധനങ്ങളും, അതായത് ഫുഡ്, വെള്ളം, ഡ്രിങ്ക്സ്, എല്ലാ സാധനങ്ങളും നമ്മെന്നെ കൊണ്ടുപോകണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മിന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണത് പോളണ്ടിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കോട്ടയിലോട്ടാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ആദ്യത്തെ പരിപാടി ഫുഡ്, വെള്ളം, ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കണം. അതിനുശേഷം നമ്മൾ പോളണ്ടിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഗൈസ്, പോളണ്ടിനെ കുറിച്ച് അക്ഷരം വിട്ട് ഇപ്പൊ പോണ സ്ഥലത്ത് നമുക്ക് ഷോപ്പുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ തന്നെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പോവാൻ. എടാ, 1 ലിറ്ററിന്റെ എടുക്ക്. രണ്ടെണ്ണം 1.5 ലിറ്ററിന്റെ. ഓക്കെ. ഇനി നമുക്ക് ഫുഡ് എടുക്കാം. നമ്മളിപ്പോ ബീറും വെള്ളവും എടുത്ത് ഫുഡാണ് എന്ത് മേടിക്കുന്നത് ഞാൻ ആലോചിക്കണം. സൂപ്പർ മാർക്കറ്റ് നമ്മൾ എന്തെങ്കിലും എടുക്കണൊക്കെ മുമ്പ് ആദ്യം ഗ്ലൗസ് എടുക്കും. നമ്മുടെ ഗ്ലൗസ് ഇടുമ്പോൾ ഞാൻ വേറൊരു രീതിയിൽ എടുത്താണ് ഇങ്ങനെ എടുക്കാമല്ലോ. പിന്നെന്തോ ഇതിനെത്ര 95 സെന്റ്. 3 എടുക്കും. നമ്മളിതേ ഒരു ചാക്കിനത്തെ സാധനം മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെ മേടിച്ചു? പഴം, വെള്ളം, പിസ്സ, ബിയർ, എല്ലാ സാധനവും മേടിച്ച്, പപ്സ് സാധനം നമ്മൾ മേടിച്ച് പാക്ക് ചെയ്ത് ഇനി നമ്മൾ ട്രിപ്പ് ആരംഭിക്കുകയാണ്. ഈ കാരണം നമ്മൾ പോണത് മാസ്ഡ ഉക്രൈൻ വേണ്ടിയാണ്. ഉക്രൈൻ ഇപ്പൊ ഇവിടെ നിന്ന് സമയം 11:30. ഇവിടെ നിന്ന് ഇപ്പൊ പോയി കഴിഞ്ഞാൽ 1 മണിക്കുള്ളിൽ എന്തായാലും അവിടെ എത്താൻ ചാൻസ് ഉണ്ട്. ലെറ്റ്സ് ഗോ. ഗൈസ്, ഇതാണ് പോളണ്ടിന്റെ ബോർഡർ. നമ്മ ഏതൊരു സ്ഥലത്തെ ബോർഡർ കിടക്കാൻ പോണേ. You know the place name? Which border is this? Yes, it's the border between Poland and Germany. No? This is the Oder River. The Oder River, which is the border. Okay. So it's just a bridge, and we will go now. Okay. ഈ പാലം We will use now the bridge. പോളണ്ട്. മനസ്സിലായോ? ഇത് ജർമ്മനി, അത് പോളണ്ട്. So when we go to the bridge, we're still in Germany. Yeah. And when we leave the bridge, we're in Poland. Okay. Guys, this is the border. ബോർഡറിൽ കണ്ടാ വണ്ടി പടഞ്ഞപ്പോൾ ഞാൻ പോണത്. ചിലവര് വണ്ടി നിർത്തും, ചിലവര് വിടും. This is the border. Yeah, the river. നമ്മളിപ്പോൾ ഈ റിവറാണ് കിടക്കണം. നമ്മളിപ്പോൾ പോളിലേക്ക് കയറി. Зеленую карту. ഈ വഴി അല്ലെങ്കിൽ അപ്പുറത്തെ വഴി പോണം. ആ വഴി പോകാനാണ് നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. മാപ്പ് കോപ്പിട് പോകുന്നു. എവിടെ സ്ഥലം എവിടെ? പോളണ്ടിൽ കാടന്വേഷിച്ച് നടക്കുന്ന 2 മലയാളി യുവാക്കൾ. ഗൈസ്, കാട് പോയിട്ടൊരു വഴി ഒന്നും ഇവിടെ കാണില്ല. ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ്. ഈ വഴിയാണോ? അതെ, ഇതന്നെ. ഫോട്ടോ പിടിച്ച് ഗൈസ്. ഇതാണ് ഗൈസ് അവന്റെ അടയാളം. ബലൂൺ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫോർട്ട്. കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. This is completely a forest. Actually, the car help us to find this one. Yeah, one car. Are we going just direct? Because I don't have any direction right now. I think no. രണ്ടും ഫോട്ടോയും ബലൂണും നമ്മൾ കേറുന്ന റോഡ് ഏതാണ് കാണിച്ചിരിക്കുന്നത്. Yes. ഗൈസ്, പിന്നെ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ അറിയാൻ പാടില്ല. അല്ല, അവര് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് ആണ്. ഇവിടെ കുറെ കാർ കിടപ്പുണ്ട്. Is there a car? It's their car? Yes, I think so. Okay. Actually, like there we have 2 or 3 cars. Now we need to find Sip. Yeah, I think it's their car. It's Berlin? I think yes. We can't. It's Berlin, yes. Katriana, do you know what is the title of this today's video? Dating with Ukraine girls in Crazy Indians. abandoned forest. Guys, ഇത് ഫുള്ള് ചുറ്റും കാടാണ്ടാ. കാടിനകത്ത് കാണാൻ മണൽ കൂടെ നോക്കണം. ഇന്ന് മണൽ തീർന്ന് ഈ മണൽ മോക്ക മാറി. അതിൽ എന്താ നോക്കി കിടക്കണം? ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ. ഐ ക്യാൻ ഹിയർ ദ മ്യൂസിക്. അതാണ് സാധനം. ദേ, ബർത്ത്ഡേ ആഘോഷിക്കുന്ന സ്ഥലം നോക്കി മോനെ. ഓഫ് കോഴ്സ്. ഇന്നലെ രാത്രി എന്തൊക്കെ പരിപാടി എടുത്തിട്ടുണ്ടോ? ആഭിചാരം എടുത്ത് തോന്നണല്ലേ. ലെറ്റ്സ് ഗോ. നമ്മളിതേ ഫോർട്ടിന്റെ അകത്തേക്ക് കയറിക്കുന്നു ഗൈസ്. ഇതേ ഫോർട്ടിലെ കൂടെ വഴിയൊക്കെ നോക്കി. ഇതൊരു അബാൻഡൻ ഫോർട്ടാണ്. അബാൻഡൻ ഫോർട്ട്. ലൈറ്റ് ഇതൊക്കെ ഫുൾ സെറ്റപ്പ്. സെബാസ്റ്റ്യന്റെ സെറ്റപ്പാണ് അതൊക്കെ മൊത്തം. ഇത് എന്റെ മോനെ പൊളിമൂട്. ലൈറ്റ് ഗൈസ്, ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇവന്റെ മുഖം നല്ല പരിചയമായിരിക്കുള്ളൂ. ഇവന്റെ പേരാണ് സെബാസ്റ്റ്യൻ. ഇവന്റെ എല്ലാ ബർത്ത്ഡേയും ഇവനിങ്ങനെ ആഘോഷിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് കണ്ടന്റ് ഇവന്റെ ബർത്ത്ഡേ ആഘോഷമായിരുന്നു. നിങ്ങൾക്കുമുണ്ടോ ഗൈസ് ഇങ്ങനെയുള്ള ചങ്ക് ബഡീസ്? സ്വന്തം ബർത്ത്ഡേ എല്ലാരും വിളിച്ചുകൂട്ടി ഒരു സ്ഥലമൊക്കെ ഫിക്സ് ചെയ്ത് അതൊരു ആഘോഷരാവാക്കി മാറ്റുന്ന ചില ചങ്ക് ബഡീസ്. പക്ഷെ ഇപ്രാവശ്യം സെറ്റ് ചെയ്ത സ്ഥലം ഇത്തിരി കടന്നുപോയി. കൊടുംകാട്, ഒരു ജനവാസം പോലും ഇല്ല. അതിന്റെ ഉള്ളിൽ പൊളിഞ്ഞ് പണ്ടടങ്ങിയ ഒരു കോട്ടയം. ഇവനിത് ഏത് വേൾഡ് മാപ്പിട്ട് കണ്ടുപിടിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ പൊന്നുമച്ചമാരത് മുഴുക്കാടാണ്ട്. അതുണ്ടാ കാടിന്റെ ഉള്ളിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഫോർട്ട്. അതിന്റെ അകത്താണ് നമ്മ ഇപ്പൊ നിൽക്കുന്നത്. ഫോർട്ടൊക്കെ പൊളിഞ്ഞു വീഴാറായി. മച്ചമാരെ നല്ല വിശപ്പുണ്ട്. നമുക്ക് കൊണ്ടുപോകുന്ന സാധനമൊക്കെ നമ്മൾ കഴിക്കാൻ പോണേന്ന്. പിടി ആ പിസറാതിരുന്നു. അതാകുമ്പോൾ ഇത്തിരി വയറ്റി കിടന്നോളൂ. അത് മധുരമാണ്.
ഇതാണ് നമ്മ അവിടെ ലിഡിലിൽ നിന്ന് മേടിച്ചത്. ടേസ്റ്റ് ഫുൾ വൈബാണ് അതിൻ്റെ ഉള്ളിൽ. 1 മണിക്കൂർ കഴിയുമ്പോഴേ തുടങ്ങാൻ തോന്നുന്നു. അതെ, 1 മണിക്കൂർ കഴിയുമ്പോൾ തുടങ്ങുള്ളൂ. ലൈറ്റൊക്കെ സെറ്റ് ചെയ്തവന്മാർ എല്ലാം സെറ്റ് ആക്കണുണ്ട്. ഈ കാടൊക്കെ അത് കാണിച്ചിട്ടാ ഈ സ്ഥലം കിട്ടുന്ന സ്ഥലം. കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിക്കും. ഇത് പോളണ്ട് ബെർലിൻ ആ ബോർഡറിന് അടുത്തുള്ള ഫോട്ടോ ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ബോർഡറിന് എന്തോരം നേരം വന്നിട്ടുണ്ട്. അവിടെ നിന്ന് 10 കിലോമീറ്റർ താഴെ. അതെ, 10 കിലോമീറ്റർ കണ്ടുള്ളൂ. സിംഗില്ല നടവാ. സിംഗം വരുമോ? സിംഗം വരുമോടാ. സിംഗലി പുലി ഉണ്ടാവട്ടെ ഇത് ഇവിടെ. കേസാണ് അതെ, കാടിന്റെ ഉള്ളിൽ കൂടി കയറി കഴിഞ്ഞപ്പോ ഇവിടെ തീട്ടാക്കണം. ഇത് മൊത്തം എന്തോ കൂടെ പിടിച്ച സ്ഥലം ഉണ്ടാ. അങ്ങോട്ട് കിടക്കാം. മാനുവലേ ഈ പറമ്പ് മൊത്തം കണ്ട, ഈ പറമ്പ് മൊത്തം ടെന്റാണ്. എല്ലാ ആൾക്കാരും ഇവിടെ ടെന്റ് അടിച്ചോണ്ടിരിക്കണം. നമ്മളെ കാറുകളെല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടിട്ടുണ്ട്. കിടന്നുറങ്ങുന്നുണ്ട് കുറെ പേര്. നമ്മുടെ ടെന്റ് അതാണ്. ഞങ്ങളുടെ ടെന്റ് ഞങ്ങൾ ഇവിടെ തന്നെ ഇട്ടിട്ട് പോകുകയാണ്. അല്ല, രാത്രി വരുമ്പോ രാത്രി ബോധം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടക്കും, ഇല്ലെങ്കിൽ അവിടെ കിടക്കും. ഇത് പല്ലവന്റെ ടെന്റാണ്. പറയണ്ട, നമ്മൾ ടെന്റായിട്ട് വന്നത് വീഡിയോ. ഗൈസ്, ഇതാണ് പോർട്ടേക്കുള്ള എൻട്രൻസ്. പോർട്ടിന്റെ പേരെന്താ? പോളിഷാണ്, വായിക്കാൻ പറ്റണല്ല. പിന്നെ ഒപ്പിക്കായിരുന്നു. അതെ, പോളിഷാണ്, സാധനം വായിക്കാൻ പറ്റണല്ല. ഇംഗ്ലീഷ് കൂട്ടി വായിച്ചാൽ മതി. ഇത് മൊത്തം പൊളിഞ്ഞിടക്കണ്ടോടാ. ഈ ഫോർട്ടിന്റെ എല്ലാത്തിന്റെ മുമ്പിൽ ഇത് ഇങ്ങനെ കുറെ മണ്ണുകൾ മാറ്റിയിട്ടുണ്ട്. ആ, ഇതിന്റെ ഉള്ളിലേക്ക് ആൾക്കാർ കയറാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നു. ഇതുപോലെ അങ്ങടെ അറ്റം വരെ ഉണ്ട്. ഈ ഫോട്ടോ ഇങ്ങനെ ചരിഞ്ഞരിഞ്ഞ് അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടില് പള്ളിപ്പുറം കോട്ടയുണ്ട്. ആ പള്ളിപ്പുറം കോട്ട സെറ്റപ്പാണ്. അവിടെയാണ് സെബാസ്റ്റിന്റെ ബർത്ത്ഡേ പരിപാടി നടത്തണം. വൈബോക്കി ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് മ്യൂസിക് വെച്ച് പൊളിക്കണ പിള്ളേര്. ഇതാണ് ഈ ഫോർട്ടിന്റെ ഉള്ളിലുള്ള ഇപ്പോഴത്തെ കാഴ്ച. നോക്കി, ഇത് മൊത്തം മറ്റേ പൊളിഞ്ഞ് ഇട്ടിയൊക്കെ നാർമണായിട്ട് കിടക്കണാണ്. ഇതൊക്കെ നമ്മൾ തലയിൽ വീഴുമെന്ന് തോന്നണം മൊത്തത്തിൽ മുകളിൽ കൂടി. ഇത് ഉപേക്ഷിക്കപ്പെട്ട ഫോട്ടാണ്. ഇവിടെ ആരും വരാറൊന്നുമില്ല. ഇവരിതെങ്ങനെ കണ്ടുപിടിച്ചെന്നാണ് എനിക്കൊരു അത്ഭുതം. നമുക്കത് കയറി നോക്കാം. ഇതിനൊന്ന് കയറി നിറക്കെ. ഇതിനകത്ത് വാടാ, ഇപ്പൊ അല്ല കയറി നോക്കടാ. പേടുത്തൂറ വാടാ. എന്താ സംഭവം നോക്കട്ടെ. എടാ, ഇതിന്റെ അറ്റത്തേക്ക് പോയി കഴിഞ്ഞാടല്ല എന്റെ നിറച്ച് കൊതുക തേനീച്ചെന്നൊക്കെ ഉണ്ട്. ഗൈസ്, നമ്മവിടെ ഇറങ്ങി. അവിടെ പരിപാടി വൻ പരിപാടിയായിരുന്നു. പറ്റില്ല, വീഡിയോ പറ്റിയില്ല. തമ്പി അടിച്ച് കിണ്ടിയപ്പോഴത്തേക്ക് രാവിലെ അത് മാത്രമാണ് പൊന്നു മച്ചന്മാരെ, അവിടെ നമ്മ ഇറങ്ങി. തമ്പി ചേട്ടാ അപ്പൊ തന്നെ വീണ്. അവിടെ നമ്മ ഇറങ്ങി. ആ സ്ഥലം നമുക്ക് അത്രയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഭയങ്കര പൊടിയും. അവിടെ വേറൊരു വൈബാണ്. ഓക്കെ, കെമിക്കൽ വൈബായിരുന്നു. അവിടെ കെമിക്കൽ വൈബായിരുന്നു. നമ്മ ജസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയാണ്, ആഘോഷിച്ച് തിരിച്ചു പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളെ പോണ്ടൽ കറങ്ങാറിയൊക്കെയാണ്. പോണ്ടൽ ഇവിടെ എന്തായാലും ഇടം വരെ വന്നതല്ലേ, നമുക്ക് ഇവിടെ ജസ്റ്റ് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കയറി നോക്കാം. എവിടെ പോയാലും നമ്മൾ ഫുഡ് കഴിക്കാണ്ട് തിരിച്ചു പോകണം ശരിയല്ല. അലഞ്ഞിരിഞ്ഞ അവസാനം നമ്മൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ കയറി. ഗൈസ്, ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഷ്നിറ്റ്സലും മാഷ്ഡ് പൊട്ടറ്റോസ്. പനീർ ചിക്കൻ. താങ്ക് യു. നമ്മൾ ഇവിടെ പൈസ ഓർഡർ ആവശ്യം സാധനം മേടിച്ചിട്ടാണ്. പിസ്സ, ഷ്നിറ്റ്സലി, മറ്റേ ചിക്കൻ പാസ്ത, ഡംപ്ലിങ്സ്. കുത്തിക്കയറ്റി കഴിക്കും. പരിഷ്കാരമൊന്നും ആയിരിക്കില്ല. ഇവിടെ സ്പൂൺ വെച്ച് കഴിക്കുക, ഇറങ്ങണമെങ്കിലും കഴിക്കുക. കഴിക്കും. ഡംപ്ലിങ്സ് അച്ഛന്മാരെ ഡംപ്ലിങ്സ് ഇവിടുത്തെ പോളണ്ടിലെ മെയിൻ സാധനം. ആ സാധനം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ടോ. ഞാൻ ട്രൈ ചെയ്തോട്ടെ. ചൂടുണ്ടോ? ഡംപ്ലിങ്സ് നമ്മൾ കുറച്ച് മാഷ്ഡ് പൊട്ടറ്റോസ്, സലാഡ്, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവിടെ നിന്ന് കഴിച്ചോട്ടെ. കഴിച്ചോട്ടെ. വണ്ടർഫുൾ, പൊളിസാണ് ഗൈസ്. അപ്പോൾ കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. നമ്മൾ പാത്രമെല്ലാം കാലിയാക്കിയിരിക്കുന്നു. പിസ്സ ഒഴിച്ച് ഈ പിസ്സ നമ്മൾ പാർസൽ അടിക്കും. ബാക്കിയെല്ലാം കാലിയാക്കി. നമുക്കാകെ 161 പോളൻ കറൻസി ആയി. അതായത് പോളൻ സ്ലോട്ടി. അത് 37 യൂറോ. ബെർലിനാണെങ്കിൽ സാധനം മേടിക്കണമെങ്കിൽ ഒരു 100 യൂറോ എടുക്കുക കൺഫേം എന്തായാലും കൊടുക്കണം. ഇത്ര സാധനം നമ്മൾ മേടിച്ചിട്ട്. അപ്പോൾ പോളണ്ട് ഈസ് സോ ചീപ്പേ.